बच्चों, पहले भाग में हम कोशिश करने वालों की कविता की संग्रह पढ़ा है। कविता किसकी है और इसका आशय क्या है, इस प्रकार की बात हमने पढ़ा है। आज हम कविता की एक एक पंक्ति पढ़कर इसका अर्थ और आशय पढ़ना शुरू करेंगे। सब पुस्तिका खोलो। टीचर अब हर एक पंक्ति आलाप करके इसका आशय क्या है इसके बारे में कहेंगे। കുട്ടികളെ ശ്രദ്ധിക്കുക. നമ്മൾ പാഠഭാഗത്തിൻ്റെ ആദ്യം പഠിച്ചത് 4 വ്യക്തികളെ കുറിച്ചായിരുന്നു. ഇള സച്ചാനി, രണ്ടാമത്തെ ആൾ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്, ദെൻ റിച്ചാർഡ് വൈറ്റ്ഹുഡ്, ദെൻ നിക് വുജസിക്. ഇത്രയും ആളുകളെ കുറിച്ചായിരുന്നു പഠിച്ചത്. അവരെല്ലാവരും അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെ മറികടന്ന് ജീവിതത്തിൽ വളരെയധികം വിജയം കൈവരിച്ച വ്യക്തികളായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോശിഷ് കർനെ വാലോം കി കവിതയാണ്. കവിത എഴുതിയത് ആരാണെന്ന് ഇൻട്രൊഡക്ടറി പാർട്ടിൽ ടീച്ചർ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് കവിതയിലേക്ക് പോകാം. എല്ലാവരും കവിതാഭാഗം ഒന്ന് ശ്രദ്ധിക്കൂ. ലഹരോം സെ ഡർക്കർ നൗക പാർ നഹീം ഹോത്തി, കോശിഷ് കർനെ വാലോം കി കഭി ഹാർ നഹീം ഹോത്തി. ലഹരോം സെ ഡർക്കർ, തിരമാലകളെ പേടിച്ചാൽ, നൗക പാർ നഹീം ഹോത്തി, തിരമാലകളെ പേടിച്ചിരുന്നാൽ വള്ളത്തിന് അല്ലെങ്കിൽ വഞ്ചിക്ക് ഒരിക്കലും തുഴയാനായി സാധിക്കില്ല, ലക്ഷ്യസ്ഥാനത്ത് എത്താനായി സാധിക്കില്ല. കോശിഷ് കർനെ വാലോം കി കഭി ഹാർ നഹീം ഹോത്തി, പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല. നോക്കൂ, നന്നി ചീണ്ടി ജബ് ദാന ലേക്കർ ചൽത്തി ഹേ, ചढ़ती दीवारों पर 100 बार फिसलती है, मन का विश्वास रेगों में साहस भरता है, चढ़कर गिरना गिरकर चढ़ना न अखरता है, आखिर उसकी मेहनत बेकार नहीं होती, कोशिश करने वालों की कभी हार नहीं होती. നന്നി ചീണ്ടി, നന്നി ചീണ്ടി എന്ന് പറഞ്ഞാൽ ചെറിയ ഉറുമ്പ്. ജബ് ദാന ലേക്കർ ചൽത്തി ഹേ, നന്നി ചീണ്ടി ജബ് ദാന ലേക്കർ ചൽത്തി ഹേ, ചൽത്തി ഹേ അതായത് ചെറിയ ഉറുമ്പുകൾ ഭക്ഷണ സാധനങ്ങളുമായി പോകുന്ന സമയത്ത്, ചട്ടി ദിവാരോം പർ, ഭിത്തിയിലൂടെ കയറി പോകുന്ന സമയത്ത്, 100 ബാർ ഫിസൽത്തി ഹേ, ഒരു 100 പ്രാവശ്യമെങ്കിലും തെന്നി വീഴുന്നു. മൻകാ വിശ്വാസ്, പക്ഷേ അവർ ഒരിക്കലും പിന്മാറുന്നില്ല. അവരുടെ ഉള്ളിൽ എന്തുണ്ട്? മൻകാ വിശ്വാസ്, സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. അത് രഗോമേം സാഹസ് വർത്താഹേ, ഞരമ്പുകളിൽ സാഹസത്തെ നിറയ്ക്കുന്നു, ധൈര്യത്തെ നിറയ്ക്കുന്നു. വീണ്ടും വീണ്ടും ഭിത്തിയിലൂടെ തന്നെ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ ധൈര്യത്തെ നിറയ്ക്കുന്നു. ചഡ്കർ ഗിർന, കയറുമ്പോൾ വീഴുന്നു. ഗിർക്കർ ചട്ന, വീണിട്ട് വീണ്ടും കയറുന്നു. ന അഖർത്താഹെ, അതിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. ആഖിർ ഉസ്കി മെഹനത് ബേഖാർ നഹീം ഹോത്തി, അവസാനം അവരുടെ കഠിനാധ്വാനം എന്തായി മാറുന്നില്ല? വെറുതെയായി മാറുന്നില്ല, പരാജയമായി മാറുന്നില്ല. കോശിഷ് കർനെ വാലോം കി കഭി ഹാർ നഹീം ഹോത്തി, പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാകുന്നില്ല. അസഫലത एक चुनौती है, ഇസെ സ്വീകാർ കരോ. അസഫലത എന്ന് പറയുന്നത്, പരാജയം എന്ന് പറയുന്നത് എക്ക് ചുനൗത്തി ഹെ, ഒരു അവസരമാണ്. ഇസെ സ്വീകാർ കരോ, അതിനെ സ്വീകരിക്കൂ. ക്യാ കമി രഹ് ഗയി ദേഖോ ഓർ സുധാർ കരോ, എന്തു കുറവാണ് സംഭവിച്ചിട്ടുള്ളത്, എന്തുകൊണ്ടാണ് നമ്മൾക്ക് പരാജയം സംഭവിച്ചത്? ദേഖോ, അത് മനസ്സിലാക്കൂ. ഓർ സുധാർ കരോ, അതിനെ എന്ത് ചെയ്യണം? ആ സുധാർ കരോ, അതിനെ തിരുത്തണം, അതിനെ കറക്റ്റ് ചെയ്യണം, തെറ്റ് തിരുത്തി മുന്നേറണം.
ജബ് തക് ന സഫൽ ഹോ, ഏതുവരെയാണോ നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്, നീന്ത് ചൈൻ കോ ത്യാഗോ തും, ഊണും ഉറക്കവും എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. അതായത് ഒരിക്കലും ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും ഇരിക്കണം എന്നല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാം, ഉറങ്ങാം, പക്ഷേ ആത്യന്തികമായി നമ്മളുടെ ഉള്ളിൽ എന്താണോ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതിനെക്കുറിച്ചുള്ള ബോധവും വിചാരവും ആയിരിക്കണം. സംഘർഷ് കാ മൈതാൻ ചോഡ്കർ മത് ഭാഗോ തും, സംഘർഷ് കാ മൈതാൻ, പ്രശ്നങ്ങളുടെ ആ ഒരു മേഖല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പ്രശ്നപൂരിതമായ ഒരു മേഖലയായിരിക്കും. അതിൽ ദുഃഖങ്ങളും സങ്കടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ പരാജയങ്ങളെല്ലാം കടന്നു വരും. അപ്പോൾ ആ മൈതാൻ, ആ ഒരു മേഖലയെ എന്ത് ചെയ്യരുത്, ചോഡ്കർ മത് ഭാഗോത്തും, ഉപേക്ഷിച്ച് ഒരിക്കലും ഓടിപ്പോകാൻ പാടില്ല. ഇതെനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് ഞാനിതങ്ങ് വിട്ടേക്കാം, അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റുന്ന പണിയല്ല എന്നുള്ള വിചാരത്തോടു കൂടി ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒതുങ്ങി ഇരിക്കാൻ പാടില്ല, പരിശ്രമിക്കാതിരിക്കാൻ പാടില്ല. കുച്ച് കിയേ ബിനാ ഹി ജയ് ജയ്ക്കാർ നഹി ഹോത്തി, എന്തെങ്കിലും പരിശ്രമം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ മാത്രമേ എന്തുള്ളൂ, കുച്ച് കിയേ ബിന, ഒന്നും ചെയ്യാതെ ജയ് ജയ്ക്കാർ നഹി ഹോത്തി, നമുക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. കോശിഷ് കർനെ വാലോം കി കഭി ഹാർ നഹി ഹോത്തി, പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാകുകയില്ല. ഈ കവിതയിലൂടെ കവി നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലഹരോം സെ ഡർക്കർ നൗക പാർ നഹീം ഹോത്തി, തിരമാലകളെ പേടിച്ച് ഒരിക്കലും ഒരു വഞ്ചിക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുകയില്ല. തിരമാലകൾ ധാരാളമായി ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യും. ആ സമയത്തെല്ലാം വഞ്ചിക്കാരൻ എന്ത് ചെയ്യുന്നു? വഞ്ചിക്കാരൻ തൻ്റെ വഞ്ചിയെ വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ അതിലൂടെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ വഞ്ചി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതയാത്രയാണ്, അല്ലേ? ലഹർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ്. അതിനെയെല്ലാം തടയിട്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം, മുമ്പിലേക്ക് സഞ്ചരിക്കണം എന്നതാണ് കവി ഓർമ്മിപ്പിക്കുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് इसके एक उदाहरण के रूप में कवि किसको देखने को कहते हैं? नन्ही चींटी को देखने को कहते हैं. नन्ही चींटी जब दाना लेकर चलती है उसी समय दीवारों से 100 बार फिसलती है. നന്നി ചീണ്ടി ഭക്ഷണവുമായി പോകുമ്പോൾ 100 പ്രാവശ്യമെങ്കിലും തെന്നി വീഴുന്നു. ലേക്കിൻ വഹ് अपना परिश्रम छोड़ने को तैयार नहीं, क्या करते हैं? चटकर गिरना, गिरकर चटना, इसी प्रकार बार बार अपना परिश्रम करते रहते हैं. और आखिर क्या होगा? आखिर क्या हुआ? അവസാനം എന്താണ് സംഭവിച്ചത്? ഉസ്കി മെഹനത് ബേക്കാർ നഹി ഹുയി, അതിൻ്റെ ആ ഒരു പരിശ്രമം എന്ന് പറയുന്നത് അത് പരാജയമായി മാറുന്നില്ല. ഓർ क्या कहते हैं कवि? അസഫലത, പരാജയം എന്ന് പറയുന്നത് एक चुनौती है, പരാജയം എന്ന് പറയുന്നത് ഒരു അവസരമാണ്. इसे स्वीकार करो, इसे स्वीकार करना है और क्या करना है? देखना है और सुधार करना भी है, നോക്കണം, മനസ്സിലാക്കണം, അത് തിരുത്തണം. ജബ് തക് ന സഫൽ ഹോ, എപ്പോഴാണോ നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കുന്നത്, നമ്മൾ ചെലു പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുന്ന വഴി വിജയിക്കാൻ സാധിക്കുകയില്ല. എപ്പോഴാണോ വിജയിക്കാൻ സാധിക്കുന്നത് അതുവരെ നമ്മൾ ആ ലക്ഷ്യത്തിൽ മാത്രം ഊന്നണം, വേറെ ഒരു വിചാരങ്ങളും നമ്മളെ അലട്ടരുത്. അതാണ് ഇവിടെ നീന്ത് ചൈൻകോ ത്യാഗോ തും എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നു, ആ താറാവ് കുഞ്ഞുങ്ങളുടെ വീഡിയോ കണ്ടിരുന്നു. അതിൽ അവരെത്രമാത്രം പരിശ്രമിക്കുന്നു, അവസാനം അവരെല്ലാവരും വിജയത്തിലെത്തുക തന്നെ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ 4 ആളുകളെ കുറിച്ച് പഠിച്ചു. അവരെല്ലാം അയ്യോ ഞങ്ങൾക്ക് കാലില്ല, കൈയില്ല, വയ്യായികയാണ്, അങ്ങനെ ഒരിക്കലും അവരാരും ഇരുന്നില്ല. എല്ലാവരും അവരവർക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം വിജയത്തിൽ എത്തിച്ചേർന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടായിരിക്കേണ്ട ഒരു വിചാരമാണ് എന്ത്? കോശിഷ് കർനെ വാലോം കി കഭി ഹാർ നഹീം ഹോത്തി, പരിശ്രമിക്കുന്നവർക്ക് എന്തില്ല, ഒരു കാരണവശാലും പരാജയം അനുഭവിക്കേണ്ടി വരികയില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്താണ്? തീർച്ചയായും വിജയം ലഭിക്കും. അതാണ് ഈ കവിതയിലൂടെ കവി നമ്മളോട് പറയുന്നതായിട്ടുള്ള ആശയം. ഇനി തുടർന്നും മീനിങ്സ് ആണ് വരുന്നത്. അതുകൂടാതെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. അതെല്ലാം ടീച്ചർ ഈ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. എല്ലാവരും അത് നോട്ട്ബുക്കിൽ എഴുതണം, പഠിക്കണം. ഓക്കെ, ധന്യവാദം.
कोशिश ही जिंदगी है. श्री हरिवंशराय बच्चन की कविता है कोशिश करने वालों की. ഹരിവംശറായ് ബച്ചൻ്റെ കവിതയാണ് എന്ത് കോശിഷ് കർണേ വാലോം കി എന്നുള്ളത്. അത് നമ്മൾ മുൻപേ പറഞ്ഞ കാര്യമാണ്. ഇസ്മേം കവി നിരന്തർ കോശിഷ് കർത്തേ രഹനെ കാ ആഹ്വാൻ കർത്തേ ഹേ. ഇതിലൂടെ കവി നിരന്തരമായി എല്ലായ്പ്പോഴും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതായ സന്ദേശം നൽകുന്നു. കവി കെ അനുസാർ കോശിഷ് കർണേ വാലോം കി കഭി ഹാർ നഹീം ഹോത്തി. കവിയുടെ വിശ്വാസം എന്താണ്? കവിയുടെ വിശ്വാസം അനുസരിച്ച് കോശിഷ് കർണേ വാലോം കി പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല. ഊപ്പർ ചട്ടേ സമയ മുകളിലേക്ക് കയറുന്ന സമയത്ത് 100 ബാർ ഫിസൽനെ പർ ഭി 100 പ്രാവശ്യം തെന്നി വീണാലും ചീണ്ടി അപ്നി കോശിഷേം നഹീം ചോടുത്തി. ഉറുമ്പ് തൻ്റെ പരിശ്രമങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാറില്ല. വഹ് ചട്കർ ഗിർത്തി ഹേ ഔർ ഗിർക്കർ ചട്തി ഹേ. അതായത് അവ കയറുമ്പോൾ വീഴുന്നു, വീഴുമ്പോൾ വീണ്ടും കയറുന്നു. इसी प्रकार जिंदगी में पराजय और असफलताओं के होने पर भी पीछे हटना नहीं चाहिए. ഇതുപോലെ സിന്ദഗിമേം ജീവിതത്തിൽ പരാജയങ്ങൾ ഔർ അസഫലതാവും ബുദ്ധിമുട്ട് കഷ്ടപ്പാടുകൾ എല്ലാം വരുമ്പോൾ പീച്ചെ ഹഡന നഹീം ചാഹിയെ ഒരിക്കലും പുറകിലേക്ക് മാറാൻ പാടില്ല, പിന്മാറിപ്പോകാൻ പാടില്ല. അപ്പനി കമിയോം കോ സുധാർക്കർ നമ്മളുടെ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് സഫലത പാനെ തക് കോശിഷ് ബനായെ രഖനി ഹേ. സഫലത പാനെ തക് വിജയിക്കുവോളം കോശിഷ് ബനായെ രഖനി ഹേ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. ബാധാരൂപി ലഹരോം സെ ഡർനെ വാല വ്യക്തി സിന്ദഗി രൂപി നാവ് കോ ആകെ നഹീം ലേ പായേഗ. ബാധാരൂപി ലഹരോം സെ അതായത് കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, അങ്ങനെ ഒരു പ്രശ്നങ്ങൾ, ഇതെല്ലാം എന്താണ്? തിരമാലകളാണ്. ഈ തിരമാലകളെയെല്ലാം പേടിക്കുന്ന ഒരു വ്യക്തിക്ക്, ഡർനേവാല വ്യക്തിക്ക് എന്താണ്? ജിന്ദഗി രൂപി നാവുകോ ജീവിതമാകുന്ന തോണിയെ ആകെ നഹീം ലേപ്പായേക ജീവിതമാകുന്ന തോണിയെ മുൻപോട്ട് തുഴഞ്ഞു കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. കോശിഷ് കെ ബിനാ ഹം കുച്ച് ഭി നഹീം അപ്നാ സക്തേ. പരിശ്രമം കൂടാതെ നമ്മൾക്കൊന്നും എന്ത് ചെയ്യാൻ സാധിക്കില്ല? വശത്താക്കുവാൻ, പ്രാപ്തമാക്കുവാൻ സാധിക്കും. ഈ പാഠഭാഗത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത് സമ്മറി അഥവാ സംഗ്രഹ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് പാഠഭാഗത്തിൻ്റെ ഓരോ വരികളുടെയും അർത്ഥവും അതിൻ്റെ ആശയം എന്താണ് എന്നുള്ളതുമാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.